നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 3 മണിക്ക് അവസാനിക്കാൻ പോവുകയാണ്. ആ 3 മണി ആവുന്നതോടുകൂടി നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ചിത്രം കൃത്യമായും തെളിയും. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന PV അൻവർ ഇതുവരെയും പ്രചാരണ രംഗത്ത് സജീവമാകാതിരിക്കുന്നത് ഇന്ന് വൈകിട്ട് 3 മണിക്കകത്ത് ആ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള നീക്കമാണോ എന്നുള്ള ആകാംക്ഷ ഒരു ഭാഗത്ത് ഉണ്ട്. എന്നാൽ അങ്ങനെ ഒന്നില്ല എന്ന് മറ്റു ചിലർ പറയുന്നു. എന്തായാലും ഭരണ പ്രതിപക്ഷത്തിനെതിരെ കടുത്ത ആരോപണങ്ങളുമായിട്ട് PV അൻവർ ഇപ്പോഴും സജീവമായിട്ട് തുടരുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യം. ഡി ബിനോയ് അവിടെ നിന്ന് ചേരുന്നു. 3 മണി എന്നുള്ള ആ സമയത്തിനുള്ളിൽ PV അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള നീക്കങ്ങൾ എന്താണ്, അത് ഇതുവരെയുള്ള PV അൻവറിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും പ്രകൃതവും വെച്ചിട്ട്, ഒപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ ഏതൊക്കെ രീതിയിലാണ് ഇന്നത്തെ ഈ ദിവസത്തെ സമീപിക്കാൻ പോകുന്നത്? ഡി ബിനോയ്. ആളാണ് PV അൻവർ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിലും ഒപ്പം കോൺഗ്രസ്സുകാരനായിരുന്ന അദ്ദേഹം CPIM-ൻ്റെ പിന്തുണയോടെ ജയിച്ചതും ഒക്കെ തന്നെ ഇതിലെല്ലാം തന്നെ വലിയ തരത്തിലുള്ള നാടകീയതകളുണ്ടായിരുന്നു. ഇത്തവണയും അദ്ദേഹം സ്ഥാനാർത്ഥി ആകുന്നതിന് വേണ്ടി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സമയത്ത് പോലും ചില നാടകീയമായ രംഗങ്ങൾ വേദിയായി മാറുന്നത് നമ്മൾ കണ്ടതുമാണ്. എന്നാൽ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ ആദ്യ നാളുകളിൽ അകമഴിഞ്ഞ സഹായം UDF-നുണ്ടാകും, താൻ ആരെ നിർത്തിയാലും വിജയിപ്പിക്കും എന്ന് പറഞ്ഞിരുന്ന PV അൻവർ തൊട്ടടുത്ത ദിവസം ആര്യാടൻ ഷൗക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം വലിയ വിമർശനങ്ങളാണ് UDF സ്ഥാനാർത്ഥിക്കും ഒപ്പം പ്രതിപക്ഷ നേതാവിനുമെതിരെ ഉയർത്തി രംഗത്തെത്തിയതും. പിന്നീട് കുറേ ദിവസങ്ങളോളം താൻ സ്ഥാനാർത്ഥിയാകില്ല എന്ന് പറയുന്നു, ചില ദിവസം സ്ഥാനാർത്ഥിയാകും, മത്സരരംഗത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത്തരത്തിൽ ഓരോ ദിവസങ്ങളിലും വാക്കുകൾ മാറ്റിപ്പറഞ്ഞും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന രീതിയിലുമൊക്കെ മുന്നോട്ട് പോയ ഒരാളാണ് PV അൻവർ. ഇപ്പോഴും നമ്മൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴും PV അൻവർ ഒരു വ്യക്തമായ ചിത്രം ഇതുവരെയായും പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇന്നലെയൊക്കെ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ആദ്യഘട്ടത്തിൽ വാർത്താ സമ്മേളനം UDF സ്ഥാനാർത്ഥിക്കും ഒപ്പം UDF-ൻ്റെ പ്രതിപക്ഷ നേതാവായ VD സതീശനുമെതിരെ വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അത് മാറ്റിയിട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെയാണ് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഓരോ തരത്തിലുള്ള അടവുകൾ പല രീതിയിൽ പ്രയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആളായിട്ടാണ് ഇപ്പോൾ PV അൻവർ മാറിയിരിക്കുന്നത് നമുക്ക് വിലയിരുത്താൻ കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു നിലപാട് ഇതുവരെയായും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മറ്റെന്തെങ്കിലും ഒരു നിലപാടുമായി PV അൻവർ വരുമോ, അതോ പത്രിക പിൻവലിച്ചുകൊണ്ട് ആർക്കെങ്കിലും പിന്തുണ കൊടുക്കുമെന്ന കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊടുത്ത നാമനിർദ്ദേശ പത്രിക അന്ന് വരണാധികാരി തള്ളിയിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഈ പത്രിക തള്ളാനിടയായ സാഹചര്യമൊക്കെ വളരെ സാങ്കേതിക പ്രശ്നങ്ങളാണെങ്കിൽ പോലും അത് മനഃപൂർവ്വം വരുത്തിവെച്ച ഒരു പിശക് പോലെ എല്ലാവർക്കും വ്യക്തമാവുകയും ചെയ്തു. അത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിൽ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് ശേഷവും അത് പിൻവലിക്കുന്ന ദിവസങ്ങളിൽ ഒരു ട്വിസ്റ്റുമായി PV അൻവർ എത്തുമോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രീതിയിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യം, ആ ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ നാടകീയത എപ്പോഴുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം ബാക്കി നിർത്തിക്കൊണ്ടാണ് PV അൻവർ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. കാരണം VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വഞ്ചിച്ചതിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്ന തരത്തിലും പാർട്ടിയെക്കുറിച്ചും ഒക്കെ തന്നെ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം 12 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ആ സമയത്ത് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ആർക്കും തന്നെയില്ല. അതേസമയം UDF എന്തായാലും ഇനി PV അൻവറിൻ്റെ സഹായം തേടേണ്ട എന്നൊരു നിലപാട് തന്നെ കടുപ്പിച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അവർ താഴ്ന്ന് സംസാരിക്കാവുന്നതിൻ്റെ അവസാന പരിധിവരെ അൻവറുമായി അവർ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു, ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയും ഈ PV അൻവറിൻ്റെ സ്വരം കടുപ്പിച്ചതിനെ തുടർന്നാണ് അവർ ആ വാതിലടയ്ക്കുകയും അവർ പിന്നോക്കം പോയത്. എന്നാൽ ലീഗിന് ഇപ്പോഴും ഒരു താല്പര്യമുണ്ട്, അൻവറിനെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകണമെന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ
തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ സാന്നിധ്യം ലീഗിന് അൻവറിൻ്റെ സാന്നിധ്യം വളരെ ഗുണകരമാകും എന്നുള്ളൊരു പ്രതീക്ഷ ലീഗിൻ്റെ മനസ്സിലുണ്ട്. അത് അവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ ലീഗിൻ്റെ ചില നേതാക്കന്മാരും PV അൻവറുമായിട്ടൊക്കെ ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അത് വലിയ തരത്തിലെ ചർച്ചയൊന്നുമായില്ല. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ലീഗ് തള്ളാതെയും കൊള്ളാതെയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അൻവറിനെ. അങ്ങനെ സാഹചര്യത്തിൽ ലീഗിൻ്റെ ഒരു നിലപാടനുസരിച്ച് എന്താണ് ഇനി PV അൻവറിൻ്റെ മനസ്സിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ പത്രിക പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കായിരിക്കും? അത് UDFന് അനുകൂലമാകുമോ, LDFന് അനുകൂലമാകുമോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലെ ചർച്ച പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ആണ് BJP അവരുടെ പ്രചരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഇന്ന് നിലമ്പൂരിൽ എത്തിക്കുന്നതും അവരുടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതും. അവരുടെ ക്യാപ്റ്റനായി നിലമ്പൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ വോട്ടിനായുള്ള പ്രചരണം നടത്താൻ തന്നെയാണ് BJPയുടെ നീക്കം. അതേസമയം LDF ആകട്ടെ അൻവർ പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കാതെ തള്ളി മുന്നോട്ട് പോകുന്നു. ഇവ കൃത്യം പറയുകയാണെങ്കിൽ രാഷ്ട്രീയപരമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ച് LDFും UDFും വലിയ തരത്തിൽ പ്രചരണ രംഗത്ത് അവരുടെ സാന്നിധ്യം അറിയിച്ച് മുന്നോട്ട് പോവുകയാണ്. MS ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലെ ഇന്നത്തെ രാഷ്ട്രീയ ചിത്രവും പ്രചാരണ ചിത്രവും വിവാദ ചിത്രവും എന്തൊക്കെയാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു D. ബിനോയ്.